നമസ്കാരം, ഞാൻ ആര്യ. ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു എവറിഡേ മേക്കപ്പ് ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കുറച്ച് പുതിയ പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി റിവ്യൂ കൂടി നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഫേസ് വാഷ് ചെയ്യുകയാണ്. ഡെർമാവൈവിൻ്റെ ഈ ഒരു ഹൈഡ്ര ക്ലൈൻസർ വെച്ചിട്ടാണ് ഫേസ് വാഷ് ചെയ്യുന്നത്. മേക്കപ്പിന് മുന്നേ മസ്റ്റായിട്ടും ഫേസ് വാഷ് ചെയ്യുക കേട്ടോ. അതിനുശേഷം ലോറിയലിൻ്റെ ഈ ഒരു മൈക്രോ എസൻസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടോണറായിട്ട് ഞാനിപ്പോൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് ലിപ്സ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുകയാണ്, ഏതെങ്കിലും ഒരു ലിപ് ബാം. അടുത്തത് ഫേസ് മോയ്സ്ചറൈസ് ചെയ്യാൻ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ന്യൂട്രിഡമിൻ്റെ ഈ ഒരു വിറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷൻ എൻ്റെ ഫേവറേറ്റ്. ഒരുപാട് വീഡിയോസിൽ പറഞ്ഞു, ഇനിയും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോഴും ചോദിക്കാറുണ്ട് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാമോ എന്ന്. തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അടുത്തത് സൺസ്ക്രീൻ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഈ ഒരു സമ്മറിൽ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. റീക്വലിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ ഒരു സിലിക്കോണി ടെക്സ്ചറുള്ളൊരു സൺസ്ക്രീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈമർ ഇട്ട പോലൊരു എഫക്റ്റ് കിട്ടും കേട്ടോ. സ്കിന്ന് നല്ല സ്മൂത്തായിട്ട് കിട്ടും. നമുക്ക് മേക്കപ്പിനൊരു ബേസായിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ പ്രൈമർ പോലെ മേക്കപ്പ് ഹോൾഡ് ചെയ്യൊന്നുമില്ല, പക്ഷേ എന്നാലും ഒരു ഡെയിലി മേക്കപ്പിന് ഇത് മതിയാവും. നമുക്ക് പ്രോഡക്ട്സ് മാക്സിമം കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. വളരെ എന്താ പറയുക, ചീപ്പായിട്ട് കിട്ടുന്ന ഒരു ബെസ്റ്റ് ഐബ്രോ പെൻസിൽ ഇതാണ്. 100 രൂപയ്ക്ക് താഴെ കിട്ടും കേട്ടോ. ഇത് മിസ് ക്ലെയറിൻ്റെയാണ്. ഞാൻ ഒരുപാട് വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. ബിഗിനേഴ്സിന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന പ്രോഡക്റ്റാണ്. എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ ഒരു പുതിയ പ്രോഡക്റ്റാണ്. ഇത് കെ ബ്യൂട്ടിയുടെ ഈ ബനാന HD സെറ്റിംഗ് ലൂസ് പൗഡർ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മെബിലിൻ്റെ ഒരു ലൂസ് പൗഡറാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ ഇതാണൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. കുറേ നാളായിട്ട് വിചാരിക്കുന്നു. ഒന്നും പറയാനില്ല, അടിപൊളി പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്, നല്ല വർത്താണ്. പിന്നെ ഒരുപാട് ഷെയ്ഡ് റേഞ്ചസ് അവൈലബിൾ ആണ്. ഞാൻ എടുത്തിട്ടുള്ളത് ബനാന ഷെയ്ഡാണ്. ഇതൊരു യെല്ലോ അണ്ടർടോണുള്ള നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് മാത്രമാണ് ബേസ് പ്രോഡക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ബ്ലഷിന് പകരം ഞാൻ ഈ ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്ക്, ഇത് തന്നെയാണ് ഞാൻ ലിപ്സിലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സെയിം ലിപ്സ്റ്റിക്ക് തന്നെയാണ് ബ്ലഷായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. നമ്മുടെ ലിപ്സ്റ്റിക്ക് നമ്മൾ അന്ന് യൂസ് ചെയ്യുന്ന ഷെയ്ഡ് ഏതാണോ അത് തന്നെ ബ്ലഷായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. നല്ലൊരു നാച്ചുറൽ ലുക്ക് തരും കേട്ടോ. അപ്പോൾ കയ്യിൽ തന്നെ എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു കൺട്രോൾ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ പൗഡർ അപ്ലൈ ചെയ്ത സെയിം ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്നുകൂടി ലൈറ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഫേസ്. അപ്പോൾ ഒരു നാച്ചുറൽ ഫിനിഷ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് ഫേവറേറ്റ് ഹൈലൈറ്റർ. ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. നല്ലൊരു നാച്ചുറൽ ഫിനിഷ് തരുന്ന ഒരു ഹൈലൈറ്ററാണ്. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ചങ്കി ഗ്ലിറ്ററി പാർട്ടിക്കിൾസ് ഉള്ള ഒരു ഹൈലൈറ്റർ ഇഷ്ടമല്ലെങ്കിൽ, ഓക്കെ, ഒരു നാച്ചുറൽ ഫിനിഷാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടമാവും. അതിനുശേഷം ഇതാണ് എൻ്റെ മേക്കപ്പ് റെവല്യൂഷൻ്റെ പാലറ്റ് പൊട്ടിപ്പോയി കേട്ടോ. മോള് പൊട്ടിച്ചതാണ്. എവറിഡേ മേക്കപ്പ് ലുക്ക് ആയത് കാരണം ഐ മേക്കപ്പ് വളരെ സിമ്പിളാണ്. ഞാനൊരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ക്രീസിലൊന്ന് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഐലൈനർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, അത് തന്നെ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഐലിഡ്സിൽ. അതിനുശേഷം ഒരു ബ്ലെൻഡിങ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഞാൻ അത് രണ്ടും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തു. പിന്നെ താഴെ ഒരു കാജലാണ് യൂസ് ചെയ്യുന്നത്. അതും ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ബ്രൗൺ ഐ ഷാഡോ വെച്ചിട്ട്. ഇത് നമ്മുടെ മാസിൻ്റെ മസ്കാരയാണ്. അടിപൊളി മസ്കാരയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു 200 ബിലോ കിട്ടും. ഭയങ്കര അടിപൊളി പെർഫോമൻസാണ്. എഗെയിൻ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ബിഗിനേഴ്സിന്. ഈ 3 പ്രോഡക്റ്റ്സാണ് ഞാൻ ലിപ്സിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ട്രിക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിർത്തണം എന്നുണ്ടെങ്കിൽ സെയിം ഷെയ്ഡിലുള്ള ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ട് ഫസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് ലിപ്സ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. പക്ഷേ എന്നാലും അത് അത്രയ്ക്ക് അങ്ങോട്ട് ലോങ് ലാസ്റ്റിംഗ് അല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ.
അപ്പോൾ ഫസ്റ്റ് ലിപ് ലൈനർ, പിന്നെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്, അതിനുശേഷം ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് മാത്രമായിട്ട് ഇടുമ്പോൾ അത് പെട്ടെന്ന് പോവും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചധികം ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എവറിഡേ മേക്കപ്പ് ലുക്ക്. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് പുറത്ത് പോകുമ്പോൾ ചെയ്യാറുള്ളത്. ഞാൻ ജസ്റ്റ് ആ ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഫേസ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.